എടക്കരയിൽ ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റൊരു സംഭവമാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. സംഭവത്തിൽ ഇരു വിഭാഗങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. ബാറ്ററി ചാർജ് ചെയ്യാൻ കയറിയ വീട്ടിലെ കുട്ടിയെ കയറി പിടിച്ചു എന്ന പരാതിയിൽ ഭിന്നശേഷിക്കാരനായ ജിബിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. അതേസമയം ജിബിന്റെ പിതാവ് നൽകിയ പരാതിയിൽ ജിബിനെ ആക്രമിച്ചവർക്കെതിരെ ഭിന്നശേഷിക്കാരെ മനഃപൂർവ്വം ആക്രമിച്ചതിനും ശാരീരികമായി ഉപദ്രവിച്ചതിനുമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. CV അനുമോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അനുമോദ്, ഈ ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റ സംഭവം തൊട്ടു പിന്നാലെ ഈ ആക്രമണത്തിന് ഇരയായവർ മറ്റൊരു പരാതി, ഒരു പോക്സോ പരാതി നൽകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ഭിന്നശേഷിക്കാരന്റെ ഭാഗത്തുനിന്ന് മോശമായ ഒരു സ്വഭാവം, പെരുമാറ്റം ഉണ്ടായെന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? ടോം, മിനിഞ്ഞാന്നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ജിബിൻ 24 വയസ്സുള്ള യുവാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ അത്രയ്ക്കും വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്കൂളിൽ 4ാം ക്ലാസ്സിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം അത്തരത്തിലൊരു ഭിന്നശേഷിയുള്ള യുവാവാണ്. അദ്ദേഹത്തിന് ഇലക്ട്രിക് സ്കൂട്ടറാണുള്ളത്. അത് സ്വന്തമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഈ ഇലക്ട്രിക് സ്കൂട്ടർ അതിൽ സഞ്ചരിക്കുമ്പോൾ ഇതിലെ ബാറ്ററി കഴിഞ്ഞതായിട്ട്, അതിന് ചാർജ് കുറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ഇത് എവിടെ നിന്ന് ചാർജ് ചെയ്യാമെന്ന് അന്വേഷിക്കുകയും അങ്ങനെ അടുത്തുള്ള ഒരു വീട്ടിൽ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്, അവിടെ പോയി ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ എത്തുകയും ചെയ്തു. ഈ ജിബിൻ്റെ പിതാവ് പറഞ്ഞ കാര്യമാണ് നമ്മളിനി പറയുന്നത്. അങ്ങനെ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ ആ വീട്ടിലെത്തിയ ജിബിനെ അവിടെയുള്ളവർ, അയൽവാസികൾ ഒക്കെ അദ്ദേഹത്തോട് മോശമായി പെരുമാറി. അദ്ദേഹത്തിന് സംസ്കരിക്കാനും പെരുമാറ്റത്തിലുമൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കറിയാം, ഭിന്നശേഷിക്കാരായ പലരുടെയും സാധാരണക്കാരെ പോലെ കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് കാണുന്നവർക്ക് ഇദ്ദേഹം ലഹരിക്ക് അടിമയാണെന്ന് കരുതി ഇദ്ദേഹത്തെ ഒരു മൈതാനത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് ഈ ഭിന്നശേഷിക്കാരനായ ജിബിൻ്റെ പിതാവ് നൽകിയ പരാതിയിൽ ഉള്ളത്. ഈ ഒരു ജിബിൻ്റെ എതിരെ ഈ ഒരു കുടുംബം നൽകിയ പരാതി മറ്റൊരു തരത്തിലാണ്. ഈ ജിബിൻ ഈ വീട്ടിലേക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ചാർജ് ചെയ്യാൻ അനുവദിച്ചു. പക്ഷേ ആ വീട്ടിലെ 7 വയസ്സുള്ളൊരു കുട്ടിയെ ഇയാൾ ജനലിലൂടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് മറുഭാഗത്തിൻ്റെ പരാതിയുള്ളത്. അപ്പോൾ ഈ ഒരു പരാതിയും ഈ ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് അടുത്ത് ഉണ്ടായിരുന്നവർ ഓടിക്കൂടി. അങ്ങനെയാണ് അവിടെ ഒരു മർദ്ദനം നടന്നത് എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ ഭിന്നശേഷിക്കാരനെന്ന് അറിയാതെയാണ് ആ ഒരു മർദ്ദനവും മറ്റും ഉണ്ടായത് എന്നൊരു വിശദീകരണമാണ് മറുവിഭാഗത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. എന്നാണെങ്കിലും പോലീസ് ഈ 2 പരാതികളും പരിഗണിച്ചിട്ടുണ്ട്. അതുപ്രകാരം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ തുടർ നടപടികൾ, അത് വിശദമായ അന്വേഷണത്തിനും മറ്റു കാര്യങ്ങൾക്ക് ശേഷമേ എടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, 24 വയസ്സുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഭിന്നശേഷിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഉദ്ദേശപരമായ അനുമതി, ജിബിന്റെ പിതാവ് പറയുന്നതനുസരിച്ച് ഇതൊരു കെട്ടിച്ചമച്ച പരാതിയാണോ? ഈ ഭിന്നശേഷിക്കാരനെ ആക്രമിച്ചത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഉള്ള ഈ പറയുന്ന പ്രതികളുടെ, ജിബിനെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ഒരു ഗൂഢ ശ്രമമായി ഇതിനെ കാണണോ? ഇക്കാര്യത്തിൽ നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് എല്ലാ മൊഴികളിലും നൽകിയ 3 തവണ ഇവരുടെ മൊഴി എടുത്തു എന്നാണ് പറയുന്നത്. 3 മൊഴികളിലും ഇക്കാര്യം അവർ ആവർത്തിച്ചു പറയുന്നു എന്ന ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് കുട്ടിയെ മറ്റു ഉദ്ദേശങ്ങളോടെ ജിബിൻ എന്താണെങ്കിലും അത്തരത്തിലൊരു കാര്യം ചെയ്യാനുള്ള ഒരു ശേഷിയുള്ള വ്യക്തിയല്ല, അങ്ങനെ പെരുമാറുന്ന ഒരാളല്ല എന്നാണ് പൊതുവെ പോലീസ് തന്നെ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ തുടർച്ചയായ മൊഴികൾ ആ വീട്ടുകാരുടെ ആണെങ്കിലും ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ ആണെങ്കിലും മൊഴികളിൽ ഈ ഒരു പരാതി ആവർത്തിക്കുമ്പോൾ അതിൽ പരിഗണിക്കാതിരിക്കാൻ സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടിയാണ്, 7 വയസ്സുള്ള കുട്ടിക്കെതിരെ അത്തരത്തിലൊരു കയ്യേറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് അതിൽ പരാതിയിൽ കേസെടുക്കാതിരിക്കാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് പോക്സോ വകുപ്പ് പ്രകാരം ആ കേസ്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം എടക്കരയിലാണ് ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഇരു വിഭാഗങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ ഈ സംഭവത്തിൽ നിജസ്ഥിതി എന്താണെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ മറ്റ് ഭിന്നശേഷിക്കാരൻ ഒരു 7 വയസ്സുള്ള കുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊരു കെട്ടിച്ചമച്ച പരാതിയാണോ എന്നതാണ് പോലീസിന് പരിശോധിക്കേണ്ടത്.